താരസംഘടന അമ്മയിൽ തമ്മിലടി രൂക്ഷം. ടിനി ടോമിനെതിരായ അൻസിബയുടെ ആരോപണം ശരിവെച്ച് നീനാക്കുറുപ്പ്. കുടുംബസംഗമത്തിനിടെ കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും പരാതി. അൻസിബയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ലക്ഷ്മിപ്രിയ. ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. ദൃശ്യം 3 ടെലഗ്രാമിൽ തിയേറ്റർ പതിപ്പ് ചോർന്നത് റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ. ബേസിൽ ടൊവിനോ ചിത്രം അതിരടിയും ഓൺലൈനിൽ. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന നിർമ്മാതാക്കൾ. കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന് ഉന്നത ബന്ധങ്ങൾ. ഗുണ്ടകളും പോലീസും അടുപ്പക്കാരെന്ന് സിന്ധു. നാട്ടിൽ മാത്രമല്ല ദുബായിലും സുരക്ഷിതരെന്ന് സിന്ധുവിന്റെ ഓഡിയോ സന്ദേശം. കൊച്ചിയിലെ പുതിയ പരാതിയിലും കേസെടുത്ത പോലീസ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഉടൻ തുറക്കും. കൊല്ലത്ത് KSRTC ബസിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. കാലവർഷം മറ്റന്നാൾ എത്തും. പകർച്ചവ്യാധി പ്രതിരോധം പൂർണ്ണമെന്ന് ആരോഗ്യമന്ത്രി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് അമേരിക്കയെ അറിയിച്ച ഇന്ത്യ. പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ അവകാശമുണ്ടെന്ന് ശങ്കർ നിലപാടറിയിച്ചത് US വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. വിസ ചട്ടങ്ങളിലെ മാറ്റവും താരിഫും ഇന്ത്യയെ ലക്ഷ്യം വെച്ചല്ലെന്ന് മാർക്കോ റൂബിയോ. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളയില്ലെന്നും US വിദേശകാര്യ സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ് ഡോക്ടർ രത്തൻ ഖേൽക്കർ. അവധി ദിനത്തിലെ നിയമനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച മന്ത്രി കുഞ്ഞാലിക്കുട്ടി. രത്തൻ ഖേൽക്കറുടെ നിയമനം ആശങ്ക ഉളവാക്കുന്നുവെന്ന് ബിനോയ് വിശ്വം. കനത്ത തോൽവിക്ക് പിന്നാലെ പയ്യന്നൂർ CPM-ൽ പൊട്ടിത്തെറി. പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ ചേരിതിരിഞ്ഞ് രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. വി കുഞ്ഞികൃഷ്ണനായി രഹസ്യ ക്യാമ്പയിൻ നടത്തി. നേതാക്കൾ വോട്ട് മറിച്ചെന്ന വിമർശനം. രക്തസാക്ഷി ഫണ്ടിലെ യഥാർത്ഥ കണക്ക് തുറന്നു പറയണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് ബക്രീദിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ച സർക്കാർ. മെയ് 27-നും 28-നും പൊതു അവധി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാധകം.